ഹലോ ഗായ്സ്, വെൽക്കം ടു ലെറ്റ്സ് ഗോ വിത്ത് ഗോപിക. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് ഇവിടെ ഒരു ആനുവൽ കരിയർ ഫെയർ നടക്കുന്നുണ്ട് പിക്ചോ കൗണ്ടി വെൽനസ് സെൻറ്ററിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നോക്കിയേ, ഇന്നും സ്നോ ആണ് ഗൈസ്. സ്നോ ഉണ്ട്, മഴയുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ ഉറക്കത്തിൽ എഴുപ്പിച്ച് വന്നാൽ ഒരു ജാക്കറ്റും ഇട്ട് ഇത് കാണിക്കട്ടെ. എന്തായാലും കണ്ട് അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വേഷത്തിൽ വന്നിട്ടുണ്ട് മിതുവാക്കി തരാൻ. ഇത് 11 മണിയാണ്, അല്ലാതെ പുലർച്ചെ 6 മണിയൊന്നുമല്ല. നോക്ക്, നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് അവനെ പിക്ക് ചെയ്തിട്ട് ഇത് ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഇത് പിക്ക് ചെയ്യാൻ വരും. അല്ല ഇത് വരും, ഇത് വരും. കൊറേ കാലമായിട്ട് ഇവിടെ മഞ്ഞ് പെയ്തിട്ട് കുറച്ച് കാലമായിട്ടുണ്ടായി. അങ്ങനെ മിതു പോയിട്ട് വിന്റർ ടയർ മാറ്റിട്ട് സമ്മർ ടയർ ഇട്ടു. അടുത്ത ദിവസം മുതൽ മഞ്ഞാണ് ഇവിടെ. അപ്പൊ ഞങ്ങള് പറയായിരുന്നു, ഇത്ര ഇതിലും ഗതികെട്ടൊരു വേറെ ആരെങ്കിലും ഉണ്ടാവും ഭർത്താവ്. You wanna say hi? Hey, hello. അപ്പോൾ ഞാനിന്ന് വ്ളോഗിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനൊരു ആനുവൽ കരിയർ ഫെയറിന് പോകുന്നുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ നോവാസ്കോഷ്യ സെക്കൻഡ് ആനുവൽ പ്രൊവിൻഷ്യൽ കരിയർ ഫെയർ ആയിരുന്നു ഇന്ന് പിക്ചോ കൗണ്ടി വെൽനസ് സെൻറ്ററിൽ വെച്ചിട്ട് നടന്നത്. എനിക്ക് തോന്നുന്നു നോവാസ്കോഷ്യയുടെ തന്നെ ഡിഫറെൻറ്റ് പ്ലേസസിൽ ഈ സെയിം ഡേ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ അടുത്തുള്ളത് ഈ ന്യൂ ഗ്ലാസ്ഗോയിലുള്ള പിക്ചോ കൗണ്ടി വെൽനസ് സെൻറ്ററിലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഇന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഒരു ഇൻവിറ്റേഷൻ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ NHSA വഴി ജോബ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ എങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ നമ്മുടെ മെയിൽ ID യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ മെയിൽ, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ മെയിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് നടക്കുന്നത് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു മെയിലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ പോകുമ്പോൾ നമുക്ക് ആദ്യം ഒരുപാട് ഡെസ്ക്സ് കാണാം അവിടെ. എന്ന് വെച്ചാൽ ഓരോ സ്ട്രീമിലുള്ള ആൾക്കാരും അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കരിയർ സ്ട്രീമിലുള്ള ആൾക്കാരും ഓരോരോ ഡെസ്ക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഓരോ ഡെസ്കിൻ്റെ ഫ്രണ്ടിലും പേര് എഴുതിയിട്ടുണ്ട്, ഏതെല്ലാം സ്ട്രീമിലാണിത് വരുന്നത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇമേജിങ്, അത് എന്ന് വെച്ചാൽ ബേസിക്കലി ഞാനൊരു കാർഡിയക് ടെക്നോളജിസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ കരിയർ വരുന്നത് അതിൻ്റെ അണ്ടറിലായിരിക്കും. അതുപോലെ ഫാർമസി, നഴ്സിംഗ്, കണ്ടിന്യൂയിങ് കെയർ അസിസ്റ്റൻസ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് ഡെസ്ക്കാണ് നമുക്ക് ആരെയായിട്ടാണോ സംസാരിക്കേണ്ടത്, അപ്പോൾ അതിൻ്റെ എല്ലാം ഫാക്കൽറ്റീസും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് പോവുക. അപ്പം ഞാൻ പോയത് ഡയഗ്നോസ്റ്റിക് ഇമേജിങ് ഡെസ്കിലോട്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി എന്താ പറയുക, ആദ്യം തന്നെ പറയേണ്ടത് അവർ വളരെ വെൽക്കമിങ് ആയിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ എത്ര ഡൗട്ട് ചോദിച്ചാലും എല്ലാം ക്ലിയർ ചെയ്ത് തരാനും. അതുപോലെ തന്നെ അവർ കാര്യം പറഞ്ഞു, ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ റെസ്യൂമ് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ പറയുക, നമ്മുടെ പേര് പറഞ്ഞപ്പോൾ നമ്മളെ ഓർത്തതൊരു എന്താ പറയുക, അവർക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അല്ലേ സത്യത്തിൽ. പക്ഷെ അവരെല്ലാവരും ഭയങ്കര വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് ഇതിനെ പറ്റിയെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും അവരോട് ചോദിച്ചു. നമുക്ക് എന്താ പറയുക, നല്ല ക്ലിയർ ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞു തന്നു. പിന്നെ ഈച്ച് ഡെസ്കിൻ്റെ ഫ്രണ്ടിൽ ഒരു QR കോഡ് ഉണ്ടായിരിക്കും. നമുക്ക് ആ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ എൻ്റർ ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ അല്ല, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് നെക്സ്റ്റ് വീക്കിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രീമിലുള്ള കരിയർ ഓപ്പണിങ്സ് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരും. നമ്മൾ അപ്ലൈ ചെയ്തത് വെച്ച് നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്ന അറിയില്ല. കാരണം അത്ര നന്നായിട്ട് എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഇത് എന്താ പറയുക, ഇപ്പോൾ സ്റ്റുഡൻസിനും അതുപോലെ സ്റ്റഡീസ് കഴിഞ്ഞവർക്കും ഇപ്പോൾ ജോബ് സീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണെന്ന് എനിക്ക് തോന്നിയത്. രാവിലെ 10 മണി തൊട്ട് രാത്രി 7 മണി വരെ ഇന്ന് ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഈ സമയം തന്നെയാണെന്ന് തോന്നുന്നു.
ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അവരുടെ അവരുടെ ആ ഒരു സംസാര രീതിയും കാര്യങ്ങളും ഉണ്ടല്ലോ, നമ്മളങ്ങനെ നിന്ന് പോകും. എന്ത് അടിപൊളിയായിട്ടാണ്, എന്ത് ഫ്രണ്ട്ലി ആയിട്ട് അവരെല്ലാവരും സംസാരിക്കുന്നതെന്ന് അറിയോ. അപ്പോൾ നമ്മുടെ എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യണം. നമ്മളൊക്കെ എന്താ പറയുക, ഇപ്പം ഞാൻ എൻ്റെ കരിയറിനെ പറ്റിയിട്ടാണെങ്കിലും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് സെർച്ച് ചെയ്യുന്നതിൽ. ഞാനൊക്കെ ഒരുപാട് തപ്പിയിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിളിലായാലും നമുക്കതിൻ്റെ ഡിഫറെൻറ്റ് റിസോഴ്സസിലും തപ്പിയിട്ടും ഓരോരുത്തർക്ക് മെയിൽ അയച്ചും നമുക്കത് റിപ്ലൈ കിട്ടാനും അങ്ങനെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ ഈ മെയിൽ അയച്ചതിന് റെസ്പോൺസ് കിട്ടി അവർ തരുന്ന ആ റെസ്പോൺസിൽ നമുക്ക് വരുന്ന അതേ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. എന്തായാലും ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ടായിരുന്നു ഇതിന് പോയിട്ടുണ്ടായിരുന്നത്. രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ നമുക്ക് എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം അവർ ക്ലിയർ ചെയ്ത് തന്നു. വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ചെയ്യായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു നടന്നു വന്നു. ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഇന്നലെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു, പക്ഷേ അത് പാളി. അപ്പോൾ ഇനി വേറൊരു ഫോട്ടോ കൂടെ എടുക്കണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് 2 പേർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയോ ഒരു കട ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. എങ്ങോട്ടാണോ എന്തോ. അവസാനം കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഫോട്ടോ എടുത്തു. അവിടെ നല്ലൊരു അപ്പനായിരുന്നു, നല്ല നൈസ് ബിഹേവിങ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്ക് വിശക്കുണ്ട്. എന്താ കഴിക്കുക? നമുക്ക് എന്താ കഴിക്കണം? നമുക്ക് ചിക്കൻ സ്നോക്കർ ആയാലോ? പറ്റില്ലല്ലേ? കൂലം കർക്കശമായ ചർച്ചയ്ക്കൊടുവിൽ ഞങ്ങൾ ടിം ഹോട്ടൻസിൽ തന്നെ വന്നെത്തി. അങ്ങനെ ഞങ്ങൾ ടിം ഹോട്ടൻസിൽ പോയി എൻ്റെ ചായ വാങ്ങിച്ചു. അങ്ങനെ നെക്സ്റ്റ് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ ഒരു ഡിന്നർ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ മിതു ഓൾറെഡി വർക്കിന് പോയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്നു. ഹായ്. It's a video, guys. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 6 മണി തൊട്ടൊരു 8:30 വരെ അവിടെ ഉണ്ടായിരുന്നു. ജംഗിൾ ജിമ്മിലായിരുന്നു ഞങ്ങൾ പോയത്. അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അങ്ങനെ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഡിന്നറും കഴിഞ്ഞ് വന്നു. ഇന്നൊരു വളരെ നല്ല ദിവസമായിരുന്നു. ഞാനിവിടെ വന്നെങ്കിലും അതിനെ ഫ്രണ്ട്സായിട്ടൊന്നും അധികം പുറത്ത് പോകാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വന്നു, കുറച്ച് സമയത്തിനുള്ള എനിക്ക് ജോബ് സെറ്റായി. പിന്നെ ജോബിന് പോവും, വീട്ടിലേക്ക് വരും. പിന്നെ മിതു വന്നാൽ എപ്പോഴേലും മിതുവിൻ്റെ കൂടെ പോകാമെന്നല്ലാതെ ഞാനങ്ങനെ ഫ്രണ്ട്സായിട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ഇവൻറ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങോട്ടും പോകാൻ പറ്റി. പിന്നെ ഞാൻ എൻ്റെ കൂടെ കൊളീഗ്സിനായിട്ടാണ് ഇന്ന് ഡിന്നറിന് പോയത്. അത് നല്ല രസമായിരുന്നു. ഇവിടെ അടുത്തുള്ള ജംഗിൾ ജിം എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് പോയത്. നല്ല രസമായിരുന്നു. അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ അവരെല്ലാവരും ഒരു ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഞങ്ങളുടെ വീഡിയോ എടുക്കുക, ഞങ്ങളുണ്ട്, ഞങ്ങൾ ഹായ് പറയാം. അങ്ങനെ എന്താ പറയുക, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല, നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാവാതെ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ എന്നോട് പറയായിരുന്നു, നീ ക്യാപ്ഷൻ ഇട്, സബ് ടൈറ്റിൽസ് ഇടുക, അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നീ സംസാരിക്കുന്നത് എന്താണ്. ഈവൻ എന്താ പറയുക, ഞാൻ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ, എനിക്ക് ഭയങ്കര കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, പക്ഷെ ദേ ഡോണ്ട് കെയർ. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പം എല്ലാവരും നമ്മുടെ ഏജ് ഒന്നും ആവണമെന്നില്ല, 40s 50s അങ്ങനെ എത്ര പ്രായമുള്ളവരാണെങ്കിലും ഭയങ്കര വൈബാണ് അവർ, നല്ല രസമാണ്. എനിക്ക് പൊതുവേ ഇവിടുത്തെ ആൾക്കാരെ, അവരെ സംസാരവും അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയും അവർ നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റും എന്താ പറയുക, ഭയങ്കര രസമാണ്. നമ്മുടെ മേ ബി എനിക്കറിയില്ല, ഈവൻ അവർക്ക് എത്ര പ്രായം ഉണ്ടെങ്കിലും അവരെപ്പോഴും ഈ ചെറിയ ജനറേഷൻ്റെ എല്ലാ രീതികളെയും റെസ്പെക്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ, അതുപോലെ നമ്മുടെ പോലെ ജനറേഷൻ്റെ കൂടെ വരാനും ഒക്കെ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. എന്തായാലും ഐ റിയലി ഹാഡ് എ ഗുഡ് ഡേ. നല്ല രസമായിരുന്നു ഇന്ന് മൊത്തത്തിൽ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.
അങ്ങനെ എൻ്റെ ഇന്നത്തെ ദിവസം കഴിയാണ്. സോ എനിക്ക് അവരോട് കുറച്ച് അവർക്ക് മനസ്സിലാവുന്ന പോലെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ഫോർ യു ഗൈസ്. ഐ റിയലി ഹാഡ് എ ഗുഡ് ടൈം വിത്ത് യു ആൻഡ് I would try to include my subtitles in the vlogs, in my upcoming vlogs. And thank you so much for the day. And I really, really love you all, guys. And thank you so much for all your love and support that you give me. And അപ്പോൾ അത്രയ്ക്കുള്ളൂ. അങ്ങനെ ഒരു ലോങ് ഡേ ഇന്നിവിടെ കഴിയുകയാണ്. സോ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്, ഗൈസ്.